നമസ്കാരം പ്രിയരെ. ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. എന്റെ പേര് ഷീജ. എനിക്കിപ്പോൾ 38 വയസ്സുണ്ട്. എന്റെ 20ാമത്തെ വയസ്സിലായിരുന്നു എന്റെ നിക്കാഹ്. എന്റെ കെട്ടിയോന് ടൗണിൽ ബേക്കറി ആയിരുന്നു. 2 കുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങളൊന്നും ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഇപ്പോൾ 4-5 വർഷം കൊണ്ട് എന്റെ കെട്ടിയോൻ എന്നോടൊരു സ്നേഹവുമില്ല. ഞാൻ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും അതിലെല്ലാം എന്റെ കെട്ടിയോൻ കുറ്റം കണ്ടുപിടിക്കും. തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷേ തിരിച്ചു വീട്ടിലേക്ക് ചെന്നാൽ അവർക്കതൊരു ഭാരമാകുമല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചു നിൽക്കുന്നതാണ്. ഞാനല്ലാതെ വേറൊരു പെണ്ണും ഇതുപോലെ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കില്ല. അതെനിക്കറിയാം. എന്തിനു പറയുന്നു, ദേഹത്തിടാൻ ഒരു ഡ്രസ്സ് പോലും എന്റെ കെട്ടിയോൻ എനിക്ക് മേടിച്ചു തരാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കെട്ടിയോന്റെ ബാപ്പായോടോ ഉമ്മായോടോ ചോദിക്കണം. അവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. കെട്ടിയോന്റെ അനിയൻ നാസറിന്റെ വീട്ടിലാണ് കൂടുതലും നിൽക്കുന്നത്. അവർ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടികളെ നോക്കാനുമൊക്കെ അവർ വലിയ ഒരു സഹായമാണ്. എന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും വീട്ടിൽ വന്ന് നിൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ കുട്ടികളെ അവരെ ഏൽപ്പിച്ചിട്ട് പുറത്തോട്ടൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്റെ കുടുംബശ്രീയിലുള്ള കൂട്ടുകാരിയായ സിന്ധുവാണ് എനിക്ക് കൂട്ടുവരാറുള്ളത്. വീട്ടിലെ പുറംപണിക്ക് ഒരു പയ്യൻ വരുമായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ളതാണ് അവൻ. അവന്റെ പേര് മധു. പതിവ് പോലെ അന്നും അവൻ രാവിലെ തന്നെ ജോലിക്ക് വന്നു. വീടിന് പുറത്തുള്ള ഓരോ ജോലികളും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വിറക് കീറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സിന്ധുവിന്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സിന്ധുവിനെയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടെ നിന്ന് ബസ് കയറി ഞങ്ങൾ ടൗണിൽ ചെന്നിറങ്ങി. സിന്ധു എന്നെ കണ്ടപ്പോൾ ഫസ്റ്റിലെ ചോദിച്ചത് അവൻ ഇപ്പോഴും അവിടെ ജോലിക്ക് വരുന്നുണ്ടോ എന്നാണ്. ഓ, കുഴപ്പമൊന്നുമില്ലടി, നല്ല പയ്യനാണവൻ, ഞാൻ പറഞ്ഞു. അവനിപ്പോൾ എത്ര വയസ്സ് കാണും? അവൾ എന്നോട് ചോദിച്ചു. ഓ, 10-24 വയസ്സ് കാണും. സിന്ധു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ വീടിനടുത്ത് തന്നെയായിരുന്നു താമസം. പക്ഷേ ഇപ്പോൾ അവൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായി വീടും വസ്തുവും എല്ലാം വിറ്റ് കുറച്ചുകൂടെ ഉള്ളോട്ട് മാറി ഒരു ചെറിയ വീടും വസ്തുവും കൂടി മേടിച്ച് ഇപ്പോൾ അവിടെയാണ് താമസം. പക്ഷെ എനിക്കെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവളാണ് ഒരു സഹായി. ഞാൻ വിളിക്കുന്നതും കൂടെ കൊണ്ടുപോകുന്നതും എല്ലാം സിന്ധുവിനെ ആയിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ തന്നെ മധുവിനെ കുറിച്ച് ചോദിക്കാനും പറയാനും അവൾക്ക് 100 നാവായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ചോദിച്ചത് നിനക്ക് മധുവിനെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ എന്നാണ്. എന്റെ പിള്ളാരെ എന്താണ് കൊണ്ടുവരാഞ്ഞതെന്ന് അവൾ ചോദിച്ചില്ല. അവൾക്ക് എന്തൊരു ആവേശമാണ് മധുവിനെ പറ്റി അറിയാനെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അവളെ കളിയാക്കി. എന്നിട്ട് പറഞ്ഞു, നീ ബാ, ഇക്കായുടെ ബേക്കറി അപ്പുറത്താണ്, അങ്ങേര് കാണണ്ട. കണ്ടാൽ പിന്നെ അത് മതി ഇന്നത്തേക്കുള്ള വഴക്കിന്. ഞാനും അവളും കൂടി അടുത്ത് കണ്ട ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറി. എനിക്ക് കുറച്ച് തുണി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുണിയൊക്കെ നോക്കിക്കൊണ്ട് കടയിൽ നിൽക്കുന്ന സമയത്താണ് കെട്ടിയോന്റെ ഫോൺ വന്നത്. പടച്ചോനെ, ഇനി ഞാനെങ്ങാനും ഈ കടയിൽ നിൽക്കുന്നത് അങ്ങേരെങ്ങാനും കണ്ടോ? അങ്ങേർക്കാണെങ്കിൽ ഇപ്പോൾ എന്നെ സംശയം കൂടിക്കൂടി വന്നിരിക്കുകയാണ്. അതോ ഇനി വീട്ടിലെങ്ങാനും ചെന്നപ്പോൾ എന്നെ കാണാത്തത് കൊണ്ട് ഞാൻ എവിടെ പോയെന്നറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കുമോ? എന്തെങ്കിലും ആകട്ടെ, ഫോൺ എടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. അങ്ങേര് വീണ്ടും വീണ്ടും വിളിയോട് വിളി. അവസാനം ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അപ്പോൾ സിന്ധു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നോട് കാര്യം തിരക്കി. അന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആകെ വിഷമമായി. ഇപ്പോൾ ആ ഒരു ജീവിതവുമായി ഞാൻ നന്നായി പൊരുത്തപ്പെട്ടു പോവുകയാണടി. അതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന വിഷമമൊന്നും ഇപ്പോൾ എനിക്കില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളടി, ഞാൻ പറഞ്ഞു. അവൾ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ തുടർന്നു. എന്റെ പല ആഗ്രഹങ്ങളും കൊതിയും ഒന്നും തീർക്കാൻ പറ്റുന്നില്ലല്ലോ പടച്ചവനെ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. എനിക്കും പല പല ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കാണുമല്ലോ. എന്റെ ആ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒറ്റ വിഷമം മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. ഇത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട്, എടീ, നീ എന്തിനാടി അതിന് വിഷമിക്കുന്നത്? അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും കൊതികളും ഒക്കെ തീർക്കാൻ നിനക്ക് മധുവിനെ ഒന്ന് സൈസാക്കിയാൽ പോരടി എന്ന് അവൾ എന്നോട് ചോദിച്ചു. ആ സമയം ഞാൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ എന്താടി പറഞ്ഞു വരുന്നത്? പാവം,
എന്റെ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യാൻ വരുന്ന പയ്യന്റെ അടുത്താണോടി എന്റെ ആഗ്രഹങ്ങളെല്ലാം തീർത്തു തരണമെന്ന് പറയുന്നത്. ഇത് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇടീ, നിന്റെ കെട്ടിയവനേക്കാൾ എന്തുകൊണ്ട് യോഗ്യതയുണ്ട് നിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആ പയ്യന്. സത്യം പറഞ്ഞാൽ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അവളോട് ദേഷ്യമാണ് തോന്നിയത്. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞങ്ങൾ തുണിയെല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ കെട്ടിയവൻ അവിടെയെങ്ങും ഇല്ല. വെറുതെ എങ്ങാനും വിളിച്ചതാവും, ഞാൻ ഊഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ സംശയമായതുകൊണ്ട് അങ്ങേർക്ക് പെരുപ്പ് ഇളകും. അന്ന് രാത്രിയിൽ 8 മണിയായിട്ടും കെട്ടിയവൻ വീട്ടിൽ വന്നില്ല. ഞാനും ഇളയ കുട്ടിയും കൂടി കട്ടിൽ കിടക്കുകയായിരുന്നു. ആ സമയം ചോറെടുത്ത് വെച്ചിട്ട് കഴിച്ചില്ലല്ലോ എന്ന് മധു വന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഉമ്മായും പാപ്പായും കഴിച്ചേച്ച് പോയോടാ? ആ, അവർ കഴിച്ചേച്ച് പോയി കിടന്നെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. ഞാൻ അവനെ വീണ്ടും അടിമുടി ഒന്ന് നോക്കി. ഒരു മുണ്ടാണ് അവന്റെ വേഷം. എന്തു പറഞ്ഞാലും അവൻ ചെയ്തോളും. നല്ല സ്നേഹമുള്ള പയ്യനാണവൻ. സ്വന്തം കെട്ടിയവനില്ലാത്ത സ്നേഹമാണ് വീട്ടിൽ ജോലിക്ക് വരുന്ന പയ്യന്. ഞാൻ ആഹാരം കഴിക്കാത്തത് കൊണ്ടുള്ള വിഷമം കണ്ടോ അവന്? പാവം. ഞാൻ എഴുന്നേറ്റ് പോയി കുറച്ച് ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങി. ആ സമയം അവൻ അടുക്കള വൃത്തിയാക്കുകയാണ്. അവനെ എന്റെ അടുത്തേക്ക് ഞാൻ വിളിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് അവനെ നിർത്തി. ഞാൻ അവനെ മൊത്തത്തിൽ ഒന്ന് നോക്കി. കാണാൻ സുന്ദരനാണവൻ. അവനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയാൽ മതി. അവന്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. കക്ഷിക്ക് വലിയ കൂട്ടുകാരൊന്നുമില്ല. ആളൊരു പകുതി മന്ദമാണ്. വീട്ടിൽ അവനും അമ്മയും മാത്രമാണുള്ളത്. ഇവന് 10-16 വയസ്സുള്ളപ്പോൾ മുതൽ ഇവിടെ ഓരോരോ ജോലിക്ക് വരുന്നതാണ്. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നും കുന്നും മുട്ടുവേദനയും കാലുവേദനയും അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെയാണ്. എങ്കിലും പണിക്കൊക്കെ പോകുന്നുണ്ട്. സത്യത്തിൽ സിന്ധു പറഞ്ഞത് ശരിയാണ്. ഇവനെ ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ എന്തുകൊണ്ടും തന്റെ കെട്ടിയവനേക്കാൾ നല്ലത് ഇവൻ തന്നെ. ഇവൻ പകുതി മന്ദമായതുകൊണ്ടും കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടും പുറത്തൊന്നും നടന്ന് ആരോടും പറയത്തുമില്ല. പക്ഷെ പല കാര്യങ്ങളും ഇവൻ അറിയത്തില്ല. അതെല്ലാം ഇവനെ ഒന്ന് പഠിപ്പിച്ചെടുത്താൽ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയും എടുപ്പോടും കൂടി ചെയ്യുന്നത് പോലെ തന്റെ പല കൊതിയും മാറ്റാൻ ഇവനെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ ഊഹിച്ചു. ഇവനാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൊതിയുണ്ടോ എന്ന് അറിയണമെന്ന് ഞാൻ ചിന്തിച്ചു. അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണമെന്ന് ഞാൻ ഓർത്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് കെട്ടിയോൻ വീട്ടിലില്ലാത്ത ഒരു ദിവസം മോനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ മധുവിനെ വിളിച്ച് കടയിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ കടയിൽ പോയിട്ട് ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നു. ആ സമയം കൊണ്ട് ഞാൻ എന്റെ ശരീരം മൊത്തം എണ്ണ തേച്ചിട്ട് കുളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പതിയെ മുറിയിലെ ബാത്റൂമിൽ കയറി വാതിൽക്കൽ ചാരി നിന്നു. അവൻ വരുന്നോ എന്ന് ഞാൻ പതിയെ വഴിയിലേക്ക് നോക്കി. അങ്ങനെ അവൻ അവിടെ നിന്ന് നടന്നു വരുന്നത് ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് പോയി ബാത്റൂമിൽ കയറി. അവൻ അകത്ത് വന്ന് സാധനങ്ങൾ മേടിച്ചു വന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഷവറിന് കീഴിലോട്ട് കയറി നിന്ന് ദേഹത്തേക്ക് വെള്ളം വീണു. എന്നിട്ട്, എടാ മോനെ, സോപ്പ് എടുക്കാൻ മറന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അവൻ സോപ്പ് എടുത്തുകൊണ്ട് എന്റെ മുറിയിലേക്ക് കയറി ബാത്റൂമിന്റെ വാതിലിൽ തട്ടി. ഞാൻ കതക് തുറന്നു. ആ സമയം നനഞ്ഞ നൈറ്റിയിൽ നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം അത്ഭുതത്തോടെ എന്നെ ഒന്ന് നോക്കി. സത്യത്തിൽ അവന്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ അതിയായ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കൂട്ടുകാരി സിന്ധു പറഞ്ഞത് ശരിയാണ്. അവനും നല്ല കൊതിയുള്ള ഒരു ആൺകുട്ടി തന്നെയാണ്. അപ്പോൾ പിന്നെ എന്റെ ഉദ്ദേശം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനോട് അടുക്കളയിലേക്ക് പോയിക്കോ, ഇത്ത കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഞാൻ ബാത്റൂമിന്റെ കതകടയ്ക്കുമ്പോൾ അവൻ കണ്ണിമ വെട്ടാതെ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ കതകടച്ച് സ്വല്പം കഴിഞ്ഞ് കതക് പതിയെ തുറന്നു നോക്കിയപ്പോൾ അവൻ എന്തൊക്കെ ആലോചിച്ച് ചുണ്ടിലൊരു പുഞ്ചിരിയുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. എല്ലാത്തിനും നന്ദി പറയേണ്ടത് എന്റെ കൂട്ടുകാരി സിന്ധുവിനാണ്. അവളാണല്ലോ ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്. എന്തായാലും മറ്റൊന്നും ആലോചിക്കണ്ട. ഞാൻ കുളി കഴിഞ്ഞ് ഞാനൊരു നൈറ്റി എടുത്തിട്ട് അവന്റെ അടുത്തേക്ക് പോയി. എന്നെ കണ്ടതും അവൻ എന്റെ മുന്നഴകിലേക്കായിരുന്നു നോക്കിയത്. പിന്നെ എല്ലാം ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെയായിരുന്നു.